പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടിട്ടേ ഞാനിപ്പോൾ പതിവായിട്ട് വൈകിയാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ചേച്ച് നേരെ അടുക്കളയിലോട്ട് വന്നത്. ജനലൊക്കെ തുറന്നപ്പോഴത്തേക്കും നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ചായക്കുള്ള പാലെല്ലാം തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരടപ്പിലോട്ട് ചായക്കും വെച്ചിട്ടുണ്ട്, അപ്പുറത്തടപ്പിലോട്ട് കഞ്ഞിക്കും വെള്ളം വെച്ച്. ചായ തിളച്ച് വന്നതേ ഞങ്ങളുടെ 5 പേരുടെയും ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് പകർത്തിയിട്ടുണ്ട്. സാധാരണ ഞാൻ വെള്ളം വെക്കുമ്പോൾ തന്നെ അരി കഴുകിയിടാറാണ് പതിവ്. പക്ഷെ പാല് പെട്ടെന്നേക്കും തിളച്ചപ്പോഴത്തേക്കേ ഞാൻ അരി കഴുകിയിടുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ അവിടെ പോയിരുന്ന ചായ എല്ലാം കുടിച്ചേച്ച് ഇപ്പുറത്ത് വന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അരിയെല്ലാം കഴുകിയിട്ടാ. ഇന്ന് രാവിലെ ആണെങ്കിൽ ആമിക്കുട്ടി ഒരു മൂശാട്ട പിടിച്ച സ്വഭാവത്തിലാണ് എഴുന്നേറ്റ് വന്നേക്കണത്. അതുകൊണ്ടിട്ട് കരച്ചിലോടെ കരച്ചിൽ, തൊടണതിനും പിടിക്കണതിനൊക്കെ കരച്ചിലായിരുന്നു. രാവിലത്തേക്ക് നമുക്ക് ഇന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാട്ടെ. അപ്പത്തേക്കും കഞ്ഞി തിളച്ചപ്പോഴത്തേക്കും ഞാനത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തിക്കുള്ള പൊടിയെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പനൊരു ഗ്ലാസ് ചായയും കുടിച്ചു പോയി കേട്ടാ. രാവിലത്തെ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. വഞ്ചിക്ക് എന്തോ പണിയുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടി പോണിണെന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടാ. പൊടിയെല്ലാം കുഴച്ചതേ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാം അരിഞ്ഞതേ കഴുകി സവോളയൊക്കെ അരിഞ്ഞിട്ട് കുക്കറിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ചപ്പാത്തിയും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കാം. ഇനി തീയും പുകയും മാത്രം കാണുള്ളൂ കേട്ടോ. ഞാൻ ചപ്പാത്തി ചുടുമ്പോഴത്തേക്ക് തീ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങ് കൂട്ടി വയ്ക്കും കേട്ടോ. അതാണ് ഇത്ര പുക മയം. ഉരുളക്കിഴങ്ങ് കറി ചപ്പാത്തിക്കും പൂരിക്കുവാണെങ്കിലും മഞ്ഞ കളറിൽ വെക്കണത് ചേട്ടൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് മസാലയൊക്കെ കൂട്ടി വേറൊരു കറിയാക്കി എടുത്തിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് കറി വേണ്ട, സോസും കൂട്ടി തിന്നോളാന്ന് പറഞ്ഞ്. എന്ത് തീറ്റയൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. എൻ്റെ മക്കൾക്കൊരു പ്രത്യേകത തന്നെ കേട്ടോ. ക്ലാസ് ഇല്ലാത്ത ദിവസം നേരത്തെ അങ്ങോട്ട് എഴുന്നേറ്റ് വരും. ക്ലാസ് ഉള്ള ദിവസം ആനകുത്തിയാലും എഴുന്നേക്കില്ല. ഞാൻ എത്ര തവണ വിളിച്ചിട്ടാണെന്നറിയാമോ ഒന്ന് എഴുന്നേപ്പിച്ചെടുക്കണത്. അങ്ങനെ അവർക്കെല്ലാം കഴിക്കാൻ കൊടുത്തേച്ച് ഞാൻ നേരെ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്കൊരു ചേച്ചി ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. ഇപ്പോൾ 2-3 കൂടി വരാനുണ്ട്. അപ്പോൾ ഒപ്പം ഞാൻ എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഈ കാലത്തെ തന്നെ കുളി എനിക്ക് പതിവല്ല. ഇപ്പം എനിക്ക് കടയിൽ പോകാനുള്ളതുകൊണ്ടിട്ട് ഞാൻ കുളിച്ചു പോകാമെന്ന് കരുതിയിട്ട്. അപ്പം മീനും പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പോണേണേ.